ഫത്താവ. ഇമാം ബുൽഖൈനി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്താവയാണ് എന്റെ കയ്യിലുള്ള ഫത്താവ. ഈ ഫത്താവയിൽ വളരെ സുദീർഘമായി ഈ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണറിയോ? ഏതോ ഒരു പേച്ച് പോയ ഒരാള് റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചതിനെതിരെ അയാൾ ഫത്വ കൊടുത്തു. എന്താ റസൂലുള്ളാഹിനെ വിളിച്ച് പറഞ്ഞത്? ഫഅൻത ഹസ്ബി ഇദാ ഖാമൽ ഹിസാബു ഗദാ വത്വാല ബൈനൽ ഖുസൂമിൽ ഖാലു വൽ ഖീലു. ഓ നബിയേ, നാളെ ആഖിറത്തിൽ അല്ലാഹു തആല വിചാരണ ചെയ്യുമ്പോൾ തങ്ങൾ എനിക്ക് മതി നബിയേ. അള്ളാഹുവിന്റെ റസൂലിനോട് ഒരാള് പാടുകയാണ്. അങ്ങനെ കുറെ പാടിയിട്ട് പല ബൈത്തുകളും അതിലുണ്ട്. യാ അശ്റഫൽ ഖൽഖി ഇൻദല്ലാഹി മൻസിലതൻ വമൻ അലാ ഖൽബിഹി ലിൽവഹി തൻസീലു. അള്ളാഹിന്റെ റസൂലിനെ വിളിക്കുന്നു. ഫജൽ ജിവാരി ഇലൽ ജന്നാതി ജായിസതി വൽ അഖ്ലു ബിൽ ഖൗഫി മദ്ഹുശു വമദ്ഹൂലു. ഞാൻ പേടിച്ച് വിറക്കുന്ന സമയം ഓ നബിയേ, എന്നെ സ്വർഗത്തിലേക്കൊന്നാക്കി തരണേ നബിയേ. ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് നബിയോട് സഹായം തേടിയപ്പോൾ ഏതോ ഇബ്നു തൈമിയുടെ ശിഷ്യൻ അതിനെ എതിർക്കുകയാണ്. ഇബ്നു തൈമിയുടെ പേച്ചാശയം സ്വീകരിച്ച ഏതൊരാള് അതിനെ എതിർത്തപ്പോൾ അതാ ഇമാം ബുൽഖൈനി റളിയല്ലാഹു അൻഹു നീണ്ട പേജുകൾ അതിനെതിരെ അവിടുന്ന് പേന ചലിപ്പിക്കുന്നു. ഇമാം ബുൽഖൈനി റളിയല്ലാഹു അൻഹു പറയാണ്, അമ്മ ഇത്തിറാലുഹു അലാ ഖൗലിൽ മാദി ഫഅൻത ഹസ്ബി ഇദാ ഖാമൽ ഹിസാബു ഗദാ എന്ന് പറഞ്ഞതിന് തങ്ങൾ എനിക്ക് നാളെ ആഖിറത്തിൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞവൻ അവന്റെ ആ ആക്ഷേപം ഫഇത്തിറാലുൻ മർദൂദുൻ, അത് തള്ളപ്പെട്ട വാദമാണ് കേട്ടോ. അത് ഇസ്ലാമികമായ വാദമല്ല, വാദമാണ്, തള്ളപ്പെട്ട വാദമാണ്. ഇമാം ബുൽഖൈനി റളിയല്ലാഹു അൻഹു ഒരുപാട് പേജുകൾ അതിനു വേണ്ടി ചെലവാക്കുന്നു. അപ്പൊ മഹാന്മാരായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നത്, ബദരീങ്ങളെ വിളിക്കുന്നത് അത് പേച്ചവാദമല്ല. റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുന്നത് പേച്ചവാദമല്ല, അത് ശിർക്കല്ല എന്ന് വളരെ വ്യക്തമായി ഇമാമീങ്ങൾ അവരെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. ഇനി കേട്ടോ.